കയ്യിലേന്തിയിരിക്കുന്ന മാന്ത്രിക ദണ്ഡ് നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കൺമുമ്പിൽ അപ്രത്യക്ഷമാകുന്നു. മാന്ത്രികൻ ശ്രീ വേണു നെടുങ്ങാട്ട്. ഇവിടെ തുടങ്ങുന്നു. ഒരു കൂട്ടം പൂക്കളായി അന്തരീക്ഷത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നു. നിറം മാറുന്ന തൂവൽകൾ, മഞ്ഞ, ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള തൂവൽകൾ കട്ടിയുള്ള കറുപ്പ് കടലാസിന്റെ ഉറയിൽ ഒളിപ്പിക്കുമ്പോൾ വെളിയിൽ വരുമ്പോൾ നിറം മാറുന്ന തൂവൽകൾ, മഞ്ഞ തൂവൽ, ചുവപ്പ് തൂവൽ, കറുപ്പ് സിലിണ്ടറിനുള്ളിലേക്ക് ഇറങ്ങി വെളിയിലെത്തുമ്പോൾ ചുവപ്പ് തൂവൽ കണ്ണുകളെ വിസ്മയിപ്പിച്ചുകൊണ്ട്, മഞ്ഞത്തൂവൽ കണ്ണുകളെ വിസ്മയിപ്പിച്ചുകൊണ്ട് മഞ്ഞത്തൂവൽ പുറത്തെത്തുമ്പോൾ ചുവപ്പുതൂവലായി മാറുന്നു. കറുപ്പ് കടലാസിന്റെ സിലിണ്ടർ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അടുത്തത് അതേ കറുപ്പ് കടലാസ്, അതിനുള്ളിലേക്ക് ഒളിക്കുന്ന പച്ചത്തൂവൽ പച്ചത്തൂവലായി തന്നെ വെളിയിൽ വരുന്നു. വീണ്ടും മാന്ത്രികൻ തന്റെ കറുത്ത സിലിണ്ടറിൽ അത് ഒളിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി അതിന്റെ തലപ്പത്ത് പുഷ്പിതാഗ്രമായ പച്ചത്തൂവൽ. ഒരു നിമിഷത്തിനുള്ളിൽ ആ പുഷ്പത്തിന് രൂപവ്യതിയാനം വന്നുകൊണ്ട് പുഷ്പം അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമാകുന്നു. പുഷ്പം അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമാകുന്നു. അടുത്തതായി കറുത്ത നാട കൊണ്ടുള്ള ജാലവിദ്യയാണ്. സ്വായത്ത കൗശലങ്ങളുമായി മാന്ത്രികന്റെ കൈകളിലൂടെ ആ കറുത്ത നാട ഉലഞ്ഞാടുമ്പോൾ അതിന്റെ നിറത്തിനെന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. സ്വായത്ത കൗശലങ്ങളുമായി മാന്ത്രികൻ ശ്രീ വേണു നെടുങ്ങാട്ട്. സ്വായത്ത കൗശലങ്ങളുമായി കാമിന്റെ അഭിമാനം മാന്ത്രികൻ ശ്രീ വേണു നെടുങ്ങാട്ട്. പരിപാടിയിലെ അടുത്ത ഇനത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ക്ഷണിക്കുകയാണ്. 3 നിറത്തിലുള്ള വ്യത്യസ്ത നാടകൾ, പൊള്ളയായ തുണിസഞ്ചി, അടിഭാഗം തയ്ക്കപ്പെടാത്ത പൊള്ളയായ തുണിസഞ്ചി സിബിട്ട് മൂടുന്നു. പൊള്ളയായ തുണിസഞ്ചി സിബിട്ട് മൂടുന്നു. തനി ആയി ഇരിക്കുന്ന 3 നിറത്തിലുള്ള വ്യത്യസ്ത നാടകൾ, വ്യത്യസ്ത റിബൺകൾ. മാന്ത്രികൻ അവ ഒരു കൈയിൽ പിടിച്ചുകൊണ്ട് മറുകൈ കൊണ്ട് തഴുകുമ്പോൾ അതിന്റെ തലപ്പത്ത് ഒരു കെട്ടിടുമ്പോൾ അതിന്റെ തലപ്പ് കെട്ടിക്കൊണ്ട് തനി നിറത്തിലുള്ള ആ വ്യത്യസ്ത റിബൺകൾ അടി തയ്ക്കപ്പെടാത്ത സിബുള്ള ആ സഞ്ചിയിൽ നിക്ഷേപിച്ച് വെളിയിൽ വരുമ്പോൾ എന്ത് നടക്കുന്നു, എന്ത് രൂപപരിണാമമാണ് 3 നാടകൾക്ക് സംഭവിക്കുന്നതെന്നത്
ശ്രദ്ധിക്കുക. കണ്ണുകളുടെ മുമ്പിൽ വ്യത്യസ്ത പ്രപഞ്ചത്തെ ഉണ്ടാക്കിക്കൊണ്ട് ആ നാടകൾ ആയിരിക്കുന്നു. ആ നാടകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. വീണ്ടും ആ നാടകളെ മാന്ത്രികൻ അതേ ബാഗിൽ തേടുമ്പോൾ, അതേ സഞ്ചിയിൽ തേടുമ്പോൾ, വീണ്ടും അതേ നാടകളെ മാന്ത്രികൻ അതേ സഞ്ചിയിൽ തന്നെ തേടുമ്പോൾ ആ നാടകൾക്ക് വന്ന രൂപപരിണാമത്തെ ശ്രദ്ധിക്കുക. ആ നാടകൾക്ക് സംഭവിച്ച രൂപപരിണാമം ദേശീയോത്ഗ്രഥനത്തിന്റെ ചിഹ്നമായ ഭാരത പതാക മാന്ത്രികന്റെ കൈകളിൽ. കാലിക പ്രസക്തിയുള്ള ദേശീയ പതാകയുമായി മാന്ത്രികൻ ശ്രീ വേണു നെടുങ്ങാട്ട്. വ്യത്യസ്ത വലിപ്പത്തിലുള്ള 3 നാടകൾ. കാലിന്റെ നീളം സമം ഒരു നാടയ്ക്ക്. ഒരു നാട ഏതാണ്ട് ശരീരത്തിന്റെ പകുതി ഭാഗത്തോളം എത്തുന്നു. 3 നാടകൾ. ഒന്ന് ഒരൽപ്പം ചെറുത്. 3 നാടകളെയും വളയം പോലെ സ്വന്തം കയ്യിൽ മാന്ത്രികൻ ചുറ്റിവെക്കുന്നു. വളയങ്ങൾ പോലെ നിവർത്തി ഒരേ ഒരു നിമിഷത്തിനുള്ളിൽ, നിമിഷാർദ്ധത്തിൽ ആ 3 നാടകളുടെ വിധി, ആ 3 നാടകളുടെ വിധി എന്താണെന്ന് നിങ്ങളുടെ മുമ്പിൽ മാന്ത്രികൻ അവതരിപ്പിക്കുന്നു. 3 തുല്യ നീളത്തിലുള്ള നാടകളായി അവ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. 3 വ്യത്യസ്ത വലുപ്പത്തിലുള്ള നാടകൾ തുല്യ നീളം സമ്പാദിച്ചുകൊണ്ട്, നേടിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു. അതേ നാടകളെ വളയാകൃതിയിലാക്കി മാന്ത്രികൻ വീണ്ടും അതേ നാടകൾ വളയത്തിന്റെ രൂപത്തിൽ മാന്ത്രികൻ വീണ്ടും നിങ്ങളുടെ കൺവെട്ടത്ത് തന്നെ വെച്ച് രൂപപരിണാമം സംഭവിപ്പിക്കുന്നു, രൂപപരിണാമം വരുത്തുന്നു. 3 വളയങ്ങൾ, വ്യത്യസ്ത വളയങ്ങൾ, ഒരേ രൂപത്തിലും ഒരേ അളവിലുമുള്ള 3 വളയങ്ങൾ. ഒരു നിമിഷത്തിൽ തനിയായിരുന്ന, വെവ്വേറെയിരുന്ന 3 വളയങ്ങളുടെയും അവസ്ഥ, ഒരേ നിമിഷത്തിൽ വെവ്വേറെയിരുന്ന 3 വളയങ്ങളുടെയും അവസ്ഥ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ മാന്ത്രികൻ നിങ്ങളെ വിഡ്ഢികളാക്കി. ഒരു വേളയിലെ ദാഹ ശമനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന പാനീയം മാന്ത്രികന്റെ കൈകളിലെത്തുമ്പോൾ അതിന്റെ അവസ്ഥ, കൊക്കക്കോല, ഏതാണ്ട് 300 മില്ലി ലിറ്ററോളം വരുന്ന കൊക്കക്കോലയുടെ കുപ്പി, അതിൽ നിറയെ പാനീയമുണ്ട്.